നമസ്കാരം. കേരളത്തിൽ പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി, കൊട്ടാരക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ അനധികൃതമായി കുടിയേറി പാർക്കുന്ന ബംഗ്ലാദേശികൾ അറസ്റ്റിലാകുന്നത് ഇപ്പോൾ ഒരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. ദൈനംദിന ഇത്തരം അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മദ്രസാ പീഡനങ്ങൾ പോലെ എല്ലാ ദിവസവുമുള്ളൊരു വാർത്തയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു അറസ്റ്റ് അവിടെ നടന്നിരിക്കുന്നത് മുഷീർ ഖാൻ അഥവാ അർമാൻ ഖാൻ എന്ന 19 വയസ്സുകാരനായ ഒരു ബംഗ്ലാദേശി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മദ്രസയിൽ വിദ്യാർത്ഥിയായി പഠനം നടത്തി വരികയായിരുന്നു. ഭാരതത്തിലേക്ക് അനധികൃതമായി കുടിയേറി പാർത്ത് ഇയാളുടെ ഫോണിൽ നിന്ന് ബംഗ്ലാദേശി ജനന സർട്ടിഫിക്കറ്റ്, ബംഗ്ലാദേശ് രാജ്യത്തിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശികളുടെ പക്കൽ നിന്നെല്ലാം പിടിച്ചെടുത്ത ഭാരതത്തിൻ്റെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ, അത് ആധാർ കാർഡാകട്ടെ, വോട്ടർ കാർഡാകട്ടെ, റേഷൻ കാർഡാകട്ടെ, ഈ 3 പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളും വ്യാജമായി നിർമ്മിക്കപ്പെട്ട രീതിയിൽ ഇവരുടെ എല്ലാം പക്കൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടിരുന്നു. മുഷീർ ഖാൻ്റെ കയ്യിലും മുഷീർ ഖാൻ അഥവാ അർമാൻ ഖാൻ്റെ പക്കൽ നിന്നും ഇത്തരം തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി നിർമ്മിച്ചവ പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുകയാണെങ്കിൽ മുംതാസ് ബീഗം ആണ് ഇയാളുടെ മാതാവിൻ്റെ പേര്. ഇദ്ദേഹം മജിൻ ഖാൻ എന്നാണ് ഇയാളുടെ പിതാവിൻ്റെ പേര്. ഇയാൾ മദ്രസയിൽ ഹിഫസ് പഠനം നടത്തി വരികയായിരുന്നു. അത് മദ്രസയിലൊരു പാഠ്യപദ്ധതിയാണ്. മദ്രസയുടെ പാഠ്യപദ്ധതികളെ സംബന്ധിച്ച് ഉള്ളൊരു ചെറിയ വിവരത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഇത്തരത്തിലുള്ള മദ്രസകളിൽ ഇവർ ഒളിത്താവളമായി ഉപയോഗിച്ച് അവിടെ പഠനം നടത്തി വരുന്നൊരു രീതി പിടിയിലാകുന്ന ഇത്തരം വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട കൗമാരക്കാരോ ഒരല്പം കൗമാരം കഴിഞ്ഞൊരല്പം പ്രായമുള്ള ബംഗ്ലാദേശികളിലോ കണ്ടുവരുന്നുണ്ട്. ഈ പിടിയിലായവരിൽ നിന്ന് മറ്റ് വിഭാഗക്കാർ, കൂടുതൽ പ്രായമുള്ളവർ 10-15 വർഷങ്ങളായി കേരളത്തിൽ താമസിച്ച് ഒരുപക്ഷെ ഇവിടെ വ്യവസായമൊക്കെ നടത്തി സമ്പന്നരായ ബംഗ്ലാദേശികൾ വരെ പിടിയിലായതും ചിലർ രക്ഷപ്പെട്ടോടി ബംഗ്ലാദേശിലേക്ക് കടന്നതായി സംശയിക്കപ്പെടുന്ന രീതിയിലുള്ള വാർത്തകൾ തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുൻപിൽ എത്തിച്ചിരുന്നു ഇതിനു മുൻപ്. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികളിലേക്ക് തിരിച്ചു വന്നാൽ ഈ വിദ്യാർത്ഥികൾ മദ്രസകൾ ഒരു ഒളിത്താവളമായിട്ടും ഒരു സുരക്ഷിതമായ ഒളിത്താവളമായിട്ടും അവർക്ക് കൂടുതൽ ഇസ്ലാമിക പഠനം നടത്തുവാനുള്ള കേന്ദ്രങ്ങളായും ഒരേ തരത്തിൽ ഉപയോഗിക്കുന്നത് പുതിയ വാർത്തയല്ല. എന്നിരുന്നാലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാർത്തയാണ്. അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കരുനാഗപ്പള്ളി, കൊട്ടാരക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ മദ്രസകൾ അംഗീകാരമുള്ളവയാകാം അല്ലാത്തവയാകാം. അതിന് നിയമപാലകർ പരിശോധിക്കേണ്ട കാര്യമാണ്. അവയൊരു അടുക്കടുക്കായി അടുത്ത് തന്നെ നിരവധി മദ്രസകളുള്ള ഒരു പ്രദേശമാണ് ഈ കൊട്ടാരക്കരയാകട്ടെ കരുനാഗപ്പള്ളിയാകട്ടെ. ഇവയെല്ലാം തീരദേശ മേഖലകളാണെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. കടൽ വളരെ അടുത്താണ്. അതും ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. ഈ മദ്രസകളിൽ ഇത്തരക്കാർ അനധികൃതമായി കുടിയേറി പാർക്കുന്നത് മാത്രമല്ല പ്രശ്നം. ഈ മദ്രസകളെല്ലാം കർശനമായ നിയമപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം നിരന്തരമായി ഉയർന്നുകൊണ്ടിരുന്നു. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, കോവിഡ് കാലത്ത് വീഡിയോകളിലൂടെ മദ്രസാ പഠനം തുടർന്നത് കൊണ്ട് മാത്രം അവർ മദ്രസയിലെത്തുവാൻ കുട്ടികൾക്ക് ഈ ലോക്ക്ഡൗണൊക്കെ കാരണം സാധിക്കാത്തത് കൊണ്ട് ഓൺലൈനായിട്ട് മദ്രസാ പഠനം തുടർന്നതുകൊണ്ട് മാത്രം പുറത്തു വന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട്. പല മദ്രസകളിലും കാഫിറുകളെ കൊല്ലുന്നതിൽ കുഴപ്പമില്ല, അത് ഇസ്ലാമിൽ അനുവദനീയമാണ്, ഇസ്ലാം മതം വിടുന്നവൻ വധശിക്ഷയ്ക്ക് അർഹനാണ് തുടങ്ങിയ പാഠങ്ങൾ 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഉസ്താദുമാർ പഠിപ്പിക്കുന്നതിൻ്റെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. 12ാം ക്ലാസ് എന്ന് പറയുന്ന മദ്രസകളിൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ 12ാം ക്ലാസ്സുകാർക്ക് ഇത്തരത്തിലുള്ള പാഠങ്ങൾ ഉസ്താദുമാർ പകർന്നു നൽകുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അവ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് നിരവധി കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ മദ്രസകളിലെ പാഠ്യപദ്ധതികൾ കർശനമായ നിരീക്ഷണത്തിനും പരിഷ്കാരത്തിനും വിധേയമാക്കണമെന്ന്. പക്ഷേ നിയമപാലകർ പതിവ് പോലെ ഇത്തരം സംഭവങ്ങളിൽ, പ്രത്യേകിച്ച് മദ്രസകൾ പോലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ അനുഷ്ഠിക്കുന്ന സ്ഥിരം രീതി തന്നെ അന്നും അനുഷ്ഠിച്ചു. അതിന് ഈ ഇത്തരം ആവശ്യങ്ങളെ, ഒരു നിരീക്ഷണം വേണം, ഇതിനൊരു പരിഷ്കാരം വേണമെന്നുള്ള ആവശ്യങ്ങളെ അവഗണിച്ച് കടന്നുപോയി. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ്. കാരണം അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾ മദ്രസകളിൽ നിന്ന് പിടിയിലാകുമ്പോൾ, മദ്രസകളെ അവരുടെ ഒളിത്താവളങ്ങളായി ഉപയോഗിക്കുമ്പോൾ ഉയരുന്ന ആശങ്കകൾ 2 തരത്തിലുള്ളവയാണ്. 1, ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച്. 2, ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികളെക്കുറിച്ച്. കാരണം ഈ ബംഗ്ലാദേശികൾ മാത്രമല്ലല്ലോ, അനധികൃതമായി കുടിയേറി ഭാരതത്തിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികളെ മാത്രമേ പഠിപ്പിക്കൂ എന്നുള്ള രീതിയിൽ ഒരു മദ്രസയും പ്രവർത്തിക്കുന്നില്ല. ഇവിടെയെല്ലാം
പ്രാദേശിക തലത്തിലുള്ള മലയാളികളായ കുട്ടികളും പഠിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്ന മദ്രസകളാണ് ഇവയിൽ പലതും. അവയ്ക്ക് അംഗീകാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം പരിശോധിക്കപ്പെടണം. അവരുടെ പാഠ്യപദ്ധതികൾ സർക്കാർ അംഗീകരിച്ച പാഠ്യപദ്ധതികളാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. ഇത്തരത്തിൽ ഭീകരവാദം വളർത്തുന്ന, കുട്ടികളുടെ ഉള്ളിൽ ചെറുപ്പം മുതലേ ഇത്തരം വിഷം കുത്തിവെക്കുന്ന, മതം വിട്ടവനെ കൊല്ലണമെന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന പാഠ്യപദ്ധതികളാണോ അവയെന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കർശനമായ പരിശോധനകൾ സർക്കാർ ചെയ്തേ മതിയാകൂ എന്നുള്ള ആവശ്യം ഈ അറസ്റ്റുകളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായി ഉയരുകയാണ് വിവിധ കോണുകളിൽ നിന്നും. സർക്കാർ അത് പാലിക്കുമോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുമോ അവഗണിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് രാജ്യസുരക്ഷയ്ക്കും അപ്പുറം കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും വ്യക്തിഗതമായിട്ടുള്ള സുരക്ഷിതത്വത്തെയും കൂടി ബാധിക്കുന്നൊരു കാര്യമാണ്. ആലോചിച്ച് നോക്കൂ, ഒരു നേപ്പാളിയായിരുന്നു ഇത്തരത്തിൽ അറസ്റ്റിലായിരുന്നെങ്കിൽ, അയാൾ ഭാരതത്തിലേക്ക് അനധികൃതമായി കുടിയേറിയൊരു വ്യക്തിയാണ്, ഒരു നേപ്പാളി അനധികൃത കുടിയേറ്റക്കാരനായ നേപ്പാളി അറസ്റ്റിലായി എന്നുള്ളൊരു വാർത്ത സാധാരണ ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ നിങ്ങൾ വായിക്കുകയോ തത്വമയി ന്യൂസിലൂടെ അറിയുകയോ ചെയ്താൽ നിങ്ങൾക്ക് വലിയ ആശങ്കകളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇവൻ ഭാരതത്തിലേക്ക് അനധികൃതമായിട്ട് എങ്ങനെ കുടിയേറി എന്നുള്ള ഒരു ചിന്ത കടന്ന പക്ഷം അല്ലെങ്കിൽ ഏറ്റവും കൂടിയ പക്ഷം നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. പക്ഷേ കാരണം നേപ്പാളി പൗരൻ ഭീകരവാദിയാകുവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഒരു പൊതുബോധം. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ശീലങ്ങളും അങ്ങനെയാണ് എന്നാണ് നമ്മുടെ അനുഭവവും. പക്ഷേ ബംഗ്ലാദേശിയായിട്ടുള്ളൊരു പൗരൻ അനധികൃതമായി കുടിയേറി ഭാരതത്തിൽ നിന്ന് പിടിയിലായി എന്നുള്ളൊരു വാർത്ത, അല്ലെങ്കിൽ പോലീസ് അയാളെ പിടിക്കാൻ ശ്രമിക്കവേ രക്ഷപ്പെട്ടു പോയി എന്നുള്ളൊരു വാർത്ത നാം അറിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആശങ്കകൾ തീർച്ചയായും ഉണ്ടാകും. കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന വ്യക്തികൾ ഭീകരവാദികളാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ശതമാനക്കണക്ക് വെച്ചൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നേപ്പാളി അല്ല, ബംഗ്ലാദേശി ആണ് എന്നുള്ളതാണ് ഈ ഭീകരവാദത്തിൻ്റെ സംബന്ധിയായിട്ടുള്ളൊരു അളവുകോലിൽ തെളിഞ്ഞു വരുന്നത് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ളൊരു ആശങ്കയ്ക്കും അവിടെ സ്ഥാനമുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം. കാരണം ഇത്തരക്കാർ ഇവിടെ കേരളത്തിൽ വന്ന് ഒളിച്ചു താമസിച്ച് നാളെ ഇവരുടെ ഹാൻഡ്ലർമാർ പാകിസ്ഥാനിലിരുന്നോ ബംഗ്ലാദേശിലിരുന്നോ ഇവർക്ക് നിർദ്ദേശം നൽകുകയാണ്, കേരളത്തിൽ ഇന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തൂ എന്ന് ഒരു നിർദ്ദേശം അവർക്ക് നൽകുകയാണെങ്കിൽ അവർ വന്ന് നടത്തുവാൻ പോകുന്ന ഭീകരവാദ പ്രവർത്തനം ബാധിക്കുവാൻ പോകുന്നത് എന്നെയും നിങ്ങളെയും നമ്മളെപ്പോലുള്ള സാധാരണ കേരളീയരെയും നമ്മുടെ ബന്ധുജന മിത്രാദികളെയുമാണ്. അപ്പോൾ അത് നമുക്ക് വ്യക്തിപരമായ ഒരു ആശങ്കയ്ക്ക് ഇടം നൽകുന്നില്ലേ? ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി രാജ്യസുരക്ഷ തീർച്ചയായും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുതന്നെയാണ് പരമപ്രധാനം. കാരണം രാജ്യം സുരക്ഷിതമായിരുന്നാലേ വ്യക്തി സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ളൂ. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയും പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. അത് പ്രധാനപ്പെട്ടൊരു വസ്തുതയായതുകൊണ്ട് തന്നെയാണ് ഇത്തരം അറസ്റ്റുകൾ നിരന്തരം നടന്നുകൊണ്ടിരുന്നപ്പോൾ തത്വമയി ന്യൂസ് അവ പുറത്തു വരുന്ന നിലയ്ക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ചു കൊണ്ടിരുന്നതും അന്ന് പ്രേക്ഷകരോടൊരു വാക്ക് തന്നതും ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഇത് അവസാനത്തേതല്ല. ATS-ഉം കേന്ദ്ര ഏജൻസികളും സംയുക്തമായി ആ പ്രദേശമാകെ വലവിരിച്ചിരിക്കുകയാണ്. അന്വേഷണം കൂടുതൽ ശക്തമായി തന്നെ തുടരുകയാണ് ആ പ്രദേശങ്ങളിൽ. ഇനിയും നിരവധി റെയ്ഡുകൾ ഉണ്ടാകും. ഇവയെല്ലാം തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ യഥാസമയം എത്തിക്കുകയും ചെയ്യും. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഒരേ ഗണത്തിൽപ്പെടുത്തി അവഗണിച്ചൊരു വാർത്തയാണിത്. അല്ലെങ്കിൽ പ്രാധാന്യം നൽകാതെ ഒരു ഒതുക്കത്തിൽ അവതരിപ്പിച്ചു പോയൊരു വാർത്തയാണിത്. അല്ല എങ്കിൽ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഇത്തരം വാർത്തകൾ, ഈ അറസ്റ്റുകളുടെ നിരന്തരമായി നിരവധി അറസ്റ്റുകൾ തുടരെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, കഴിഞ്ഞ ചില ആഴ്ചകൾക്കുള്ളിൽ നടന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അത് തത്വമയി ന്യൂസാണ് പ്രേക്ഷകരോട് പറഞ്ഞത്. ബംഗ്ലാദേശി പൗരൻ്റെ അറസ്റ്റൊക്കെ ഒരു ചെറിയ വാർത്തയായി അല്ലെങ്കിൽ പെട്ടെന്ന് മിന്നിമറഞ്ഞു പോകുന്ന വാർത്തയായി മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലർ അവതരിപ്പിച്ചിട്ടുണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. ചില ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ഗൗരവത്തോടു കൂടിയുള്ള വ്യക്തികൾ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് മാധ്യമങ്ങളെന്ന് വിളിക്കാവുന്ന പ്രസ്ഥാനങ്ങൾ ഇവയെ അവഗണിക്കുകയായിരുന്നു ചെയ്തത്. അല്ല, മറിച്ചൊരനുഭവം പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ആ വിവരം ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സന്തോഷമുള്ള കാര്യമാണ്. മറ്റേതെങ്കിലും മാധ്യമം കൂടി ഇത്ര ഗൗരവത്തോടു കൂടി ഈ വിഷയം കയ്യിലെടുത്തു എന്നറിയുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇത്തരം വാർത്തകൾ ഇതും അവസാനത്തേതല്ല. ഈ മുഷീർ ഖാൻ അഥവാ അർമാൻ ഖാൻ എന്ന വ്യക്തിയുടെ അറസ്റ്റും അവസാനത്തേതല്ല. തത്വമയി ന്യൂസ് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി, കാരണം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളിൽ ഏറ്റവും ഗൗരവമേറിയ വാർത്തകളിലൊന്നിതാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പ്രശ്നം, നമ്മുടെ വ്യക്തിഗത സുരക്ഷയാണ് ഇവിടെ പ്രശ്നം. ഈ വ്യക്തികളുടെ കയ്യിലെല്ലാം ഇവർക്ക് അന്താരാഷ്ട്ര ഭീകര ബന്ധങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക,
ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമാണ് ഈ അന്വേഷണങ്ങളിലും റെയ്ഡുകളിലും ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രാദേശികമായിട്ടുള്ള പോലീസ് സേനയ്ക്ക് ഇതിൽ ഭൂമിക കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഒരു 2 രീതിയിലാണ് അന്വേഷണങ്ങൾ ഇപ്പോൾ 2 മുനകളിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വേർതിരിഞ്ഞ ശാഖകളായി ആണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ പിടിയിലാകുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും അന്താരാഷ്ട്ര ഭീകര സംഘടനയുമായിട്ടോ ISIയുമായിട്ടോ മറ്റോ ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണം. അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇവർക്ക് ലഭിക്കുന്ന പ്രാദേശിക സഹായത്തെക്കുറിച്ചുള്ള അന്വേഷണം. പ്രാദേശിക സഹായം എന്താണ് എന്ന് ചോദിച്ചാൽ തത്വമൈ ന്യൂസ് മുൻപ് പറഞ്ഞിരുന്നു. എന്നാലും ഒന്ന് ചുരുക്കി വീണ്ടും പറയാം. ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാൾ വഴിയോ അസാം വഴിയോ അതിർത്തി കടന്ന് ഭാരതത്തിലെത്തുന്ന ഇവർ കേരളത്തിലേക്കാണ് നേരെ വരുന്നത്, പെരുമ്പാവൂർ പോലുള്ള പ്രദേശങ്ങളിലേക്ക്. അവിടെ നിന്ന് കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, കരിമത്ത് നിന്നുമൊക്കെ അറസ്റ്റ് നടന്നിരുന്നല്ലോ. അത്തരം പ്രദേശങ്ങളിലേക്ക് ഇവർ ഊളിയിട്ട് അപ്രത്യക്ഷരാകുന്നു. പിന്നെ പൊങ്ങുന്നത് ഈ മദ്രസകൾ പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഇതിനെല്ലാം അവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചേ മതിയാകൂ. ആ പ്രാദേശിക സഹായം നൽകുന്നത് ഒരുപക്ഷെ മുൻപുണ്ടായിരുന്ന PDP അല്ലെങ്കിൽ NDF പോലുള്ള നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ലാത്ത ഭീകര സംഘടനകൾ. ഒരു കാര്യം പ്രേക്ഷകർ ആലോചിക്കുക, ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, മദനിയെ പോലുള്ളവർ ഉയർന്നു വന്ന് അവരുടെ ഭീകരവാദ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ വേര് ശക്തമായി ഉറപ്പിച്ച പ്രദേശങ്ങളാണ് കരുനാഗപ്പള്ളി, കൊട്ടാരക്കരയെല്ലാം. അവിടെ നിന്നാണ് അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച് തങ്ങളുടെ ആശയപ്രചാരണങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും വ്യാപിപ്പിച്ചത്. SDPIയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എല്ലാം അവിടെ സജീവമായിരുന്ന പ്രദേശങ്ങളാണിത്. ഈ പ്രദേശങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വരെ മുൻ പ്രവർത്തകർ, ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെന്ന് വിളിക്കാവുന്നവർ ഇപ്പോഴും സജീവമായി തന്നെ നിലവിലുണ്ട്. അവർ SDPIയിലേക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്കോ ചേക്കേറിയെന്ന് മാത്രം. പക്ഷേ പ്രവർത്തനം പഴയത് തന്നെയാണ്, ഭീകരവാദ സംബന്ധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അവരിൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ സഹായിച്ചിട്ടുള്ളത്? കാരണം ആധാർ കാർഡ്, വോട്ടർ കാർഡ്, റേഷൻ കാർഡ്, ഈ 3 പ്രധാനപ്പെട്ട രേഖകളും വ്യാജമായി നിർമ്മിച്ചു നൽകുന്ന സ്ഥലങ്ങൾ കൃത്യമായി കണ്ടുവയ്ക്കുകയും അല്ലെങ്കിൽ നടത്തുകയും ആ സ്ഥലങ്ങളിലേക്ക് ഇവരെല്ലാം എത്തിക്കുകയും ചെയ്യുന്നത് പ്രാദേശികമായ സഹായികൾ തന്നെയാണ്, പ്രാദേശികരായ സഹായികൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ സഹായികളിൽ ആരൊക്കെയാണ് ഇനി പിടിയിലാവുന്നതെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. കാരണം ATS റെയ്ഡുകൾ അവസാനിപ്പിച്ചിട്ടില്ല, കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ജാഗരൂകമായ അന്വേഷണവും, കൃത്യതയോടുകൂടിയുള്ള അന്വേഷണവും കാര്യക്ഷമമായുള്ള അന്വേഷണവും ഞാൻ നേരത്തെ പറഞ്ഞ 2 ശാഖകളിലായി നടക്കുന്നുണ്ട്, ഒരേ ഗൗരവത്തോടുകൂടി. അന്താരാഷ്ട്ര ഭീകരബന്ധം, പ്രാദേശിക സഹായം. ഈ പ്രാദേശിക സഹായികൾ പിടിയിലാകുന്നതോടുകൂടി ഒരുപക്ഷെ വലിയൊരു ശൃംഖല ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് അവരെ ഇത്തരത്തിലുള്ള ഭീകരവാദ ആശയങ്ങൾ പഠിപ്പിക്കുന്ന അനധികൃത മദ്രസകളിൽ ഒളിവിൽ താമസിപ്പിച്ച് മറ്റെന്തെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കായി ഉപയോഗിക്കുവാനാണോ ഇവരുടെ അന്തിമ ലക്ഷ്യമെന്നുള്ളത് വരും ദിവസങ്ങളിലേ നമുക്കറിയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം കൂടുതൽ പ്രതികൾ പിടിയിലാകാനുണ്ട്. ഇനിയും പ്രതികളെന്ന് പറയുന്നത് പ്രാദേശിക സഹായികളെയാണ്. ഇവരുടെ ഈ വേട്ടയുടെ എല്ലാം തുടക്കം, ATSൻ്റെ വേട്ടയുടെ എല്ലാം തുടക്കവും ഇത്തരത്തിലുള്ള അറസ്റ്റുകളിൽ നിന്നാണ്. കാരണം പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന് ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി സുരക്ഷിതമാക്കി തുടങ്ങിയതിനെ തുടർന്ന് അവിടെ നിന്ന് ഈ അനധികൃത കുടിയേറ്റക്കാരെ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്ന ഏജൻറ്റുമാരിൽ പലരും പിടിയിലാവുകയും അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം റെയ്ഡുകളും വേട്ടകളും ATSും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേരളത്തിൽ സജീവമാക്കിയത്, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി, കൊട്ടാരക്കര പോലുള്ള പ്രദേശങ്ങളിൽ. അതുകൊണ്ട് പ്രേക്ഷകരൊരു കാര്യം തീർച്ചയായും ഓർത്തിരിക്കുക, ഇത്തരത്തിലുള്ള ആഭ്യന്തര സുരക്ഷയെ, നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തത്വമൈ ന്യൂസ് നിരന്തരമായി പ്രേക്ഷകരുടെ മുൻപിൽ അവയെ അവതരിപ്പിച്ച് കൊണ്ട് തന്നെയിരിക്കും. ഈ വാർത്തകളുടെ പിന്നാലെ, അന്വേഷണ സംഘത്തിൻ്റെ തൊട്ട് പിന്നാലെ അവരനുവദിക്കുന്ന നിയമപരിധിയിൽ തത്വമൈ ന്യൂസ് ഉണ്ടാകും. അതിൻ്റെ കാരണം പ്രേക്ഷകർക്കറിയാം, ദേശീയതയോടൊപ്പമാണ് തത്വമൈ ന്യൂസിൻ്റെ സഞ്ചാരം, മുന്നോട്ടുള്ള സഞ്ചാരം. ആ സഞ്ചാരത്തിൽ പ്രേക്ഷകരും ഭാഗമാകുക. അതിനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസ് ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ദേശീയതയോടൊപ്പമുള്ള യാത്രയിൽ തത്വമൈ കുടുംബത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുക എന്നുള്ള മനസ്സ് കാണിക്കുക.
അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.